ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ചെറുപയറും ഓട്സും വെച്ചിട്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനും നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ചെറുപയർ ചേർക്കാം. ഈ ചെറുപയർ നമുക്കൊരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കാം. ചെറുപയർ ഇപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറുപയർ കുതിർന്ന് കിട്ടുന്നതിനാവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ ചെറുപയർ ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ഈ റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ ഓവർനൈറ്റ് കുതിർക്കാനായി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപയർ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടും. ഇപ്പോഴിതാ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ചെറുപയർ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറുപയർ എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കാം. നന്നായി പ്രസ് ആവുന്നുണ്ടെങ്കിൽ നന്നായി കുതിർന്നിട്ടുണ്ട്. ചെറുപയർ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടി. ഇനി ഈ ചെറുപയർ അരച്ചെടുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ചെറുപയർ അരച്ചെടുക്കുന്നതിന് 10 മിനിറ്റിന് മുന്നേ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഓട്സ് ചേർക്കാം. ഈ ഓട്സിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ ചെറുപയർ അരയ്ക്കുന്നതിന് 10 മിനിറ്റിന് മുന്നേ ഈ ഓട്സിലേക്ക് വെള്ളമൊഴിച്ച് വെച്ചാൽ മതിയാകും. ഓട്സ് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. 10 മിനിറ്റിന് ശേഷം നമുക്കിത് രണ്ടും ചേർത്ത് അരച്ചെടുക്കാം. അതിനായി ഒരു മിക്സി ജാർ എടുക്കാം. അതിലേക്ക് ആദ്യം ഞാൻ ചെറുപയറാണ് ചേർക്കുന്നത്. നമ്മൾ നന്നായി കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ചേർക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓട്സ് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ്സായി പോകും. ഇതുപോലെ പ്രസ്സായി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്സ് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല. നമ്മൾ കുതിർത്തെടുത്ത ഓട്സിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ചേർക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകം ചേർക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എങ്കിൽ ജീരകം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചേർത്തത് ചെറിയ ജീരകമാണ്. എന്നാൽ ഈ റെസിപ്പിക്ക് ജീരകം ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. ഇപ്പോഴിതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായി തന്നെ അരഞ്ഞു കിട്ടി. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. നമുക്കൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ വേണ്ടത്. എന്നാൽ ഇത് അല്പം തിക്കായിട്ടാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അരച്ചെടുത്ത മിക്സി ജാറിലേക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസിപ്പിയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടും അത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്താൽ മതിയാകും. ഇതിലേക്ക് ഒരു 20-25ഓളം കൊച്ചുള്ളി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം സവാളയും ചേർക്കാവുന്നതാണ്. എന്നാൽ കൊച്ചുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് കിട്ടുക. ഇനി കുറച്ച് വാളംപുളി ചേർക്കാം. ഈ ഒരു സൈസിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കുറച്ച് മതിയാകും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതേപോലെ അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ റെസിപ്പിക്ക് നല്ല കളർ ഉണ്ടായിരിക്കും. അധികം എരിവുണ്ടാവില്ല. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോഴിതാ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് സൈഡിലുള്ള മസാലയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിതാ ഒന്നുകൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം.
എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചട്നി ഏത് കൺസിസ്റ്റൻസിയിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അല്പം മാത്രം മിക്സി ജാറിൽ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിനും താഴെയാണ് ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്തത്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് മിസ് ചെയ്യാൻ പാടില്ല. കായത്തിൻ്റെ പൊടി ചേർത്താൽ മാത്രമാണ് നമ്മുടെ ഈ ചട്നി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുക. ഈ ചട്നി 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് അനുവദിക്കാം. നന്നായി തിളച്ചാൽ മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ള ആ കൊച്ചുള്ളിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചട്നി 2-3 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ഈ ഒരു ചട്നി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എപ്പോഴും തയ്യാറാക്കുന്ന ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. തട്ടുകടയിലൊക്കെ ഈ ഒരു ചട്നി നമുക്ക് കിട്ടും. തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്നി തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പിയോടൊപ്പം കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരെല്ലാം ഈ ഒരു ചട്നി റെസിപ്പി കൂടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവ് എടുക്കാം. ഇത് പുളിപ്പിക്കാനായി വെക്കേണ്ടതില്ല. അരച്ച ഉടൻ തന്നെ ഇൻസ്റ്റൻ്റായി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതിനായി ഒരു ദോശക്കല്ല് അടുപ്പത്ത് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നമുക്കിതുപോലെ തുടച്ചെടുക്കാം. ആദ്യത്തെ ദോശ ഒഴിക്കുന്നതിന് മുന്നേ മാത്രം എണ്ണ ഒഴിച്ച് ഇതുപോലെ തുടച്ചെടുത്താൽ മതിയാകും. ഇനി സാധാരണ നമ്മൾ ദോശക്കല്ലിൽ മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കുന്നത് പോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഈ മാവിൽ നല്ല നൈസായിട്ട് പരത്തി നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കട്ടിയായിട്ട് പരത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മാവിലേക്ക് അല്പം എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്വാദാണ്. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്തത്. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു ദോശ നമുക്ക് ഇളകി വരുന്നത്. നമുക്കിത് മറിച്ചിട്ട് ചുട്ടെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ചെറുപയറിലും ഓട്സിലൊക്കെ ധാരാളം ഫൈബറും വിറ്റാമിനുകളും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ടും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഈ ചെറുപയറും അതുപോലെ ഓട്സും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്നതുമാണ്. ഈ ചെറുപയറിൽ ധാരാളം വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ചെറുപയർ ഒത്തിരി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വിളർച്ച മാറ്റാനും ചെറുപയർ വളരെ നല്ലതാണ്. ഈ ചെറുപയറും ഓട്സും ചേർന്നിട്ടുള്ള ഫുഡ് ഗർഭിണികൾക്ക് കഴിക്കാൻ വളരെ നല്ല ഒന്നാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ചേർന്ന ഈ ഒരു ചെറുപയറും നമ്മുടെ ഈ ഓട്സും ചേർന്നിട്ടുള്ള ഈ ഒരു ഫുഡ് കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ഒരു ചട്നി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഈ ദോശ കഴിക്കുമ്പോൾ കിടു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും ദോശയേക്കാളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഈ ഒരു ഓട്സും അതുപോലെ ചെറുപയറും ചേർത്തിട്ടുള്ള ഈ ഒരു ദോശ. അപ്പോൾ എപ്പോഴും ഒരേപോലെ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂട്ടുകാരെല്ലാം വീട്ടിൽ ട്രൈ ചെയ്യണം. ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുമ്പോൾ വീട്ടിലുള്ളവർക്കും ഇത് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും BP, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.